ആഴക്കടൽ ഖനനം എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയായി മാറുന്നത്? കൊല്ലത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കൊല്ലം വാടിക്കടപ്പുറത്ത് നിന്നും ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. ദിലീപ്, ഗുഡ് മോർണിംഗ് ദിലീപ്. വാടിക്കടപ്പുറത്ത് നിന്ന് ഒരുപാട് മത്സ്യവിഭവങ്ങൾ കേരളത്തിലെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്താണ്? അവരുടെ എതിർപ്പ് എന്തുകൊണ്ടാണ്? ഈ നമുക്കിവിടെ നമ്മളോടൊപ്പം രണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട്, കടലിൽ പോകുന്നവരാണ്. ഇവരോട് തന്നെ ചോദിക്കാം, ചേട്ടാ, ഈ കടൽ മണൽ ഖനനം എങ്ങനെയായിരിക്കും നിങ്ങൾ ഇതിനെ എതിർക്കുക? ഈ പരപ്പിലാണ് ആദ്യം തുടങ്ങുന്നത്. അതായത് ഞങ്ങൾ പത്രത്തിലൊക്കെ വായിച്ച് കേട്ടതോടത്തോളം മനസ്സിലാകുന്നത് വെച്ചാൽ ഈ കൊല്ലത്ത് ഈ മണൽ ഖനനത്തിന് വളരെ ശക്തമായിട്ട് മത്സ്യത്തൊഴിലാളി സമൂഹം മുഴുവനും എതിർക്കും. ഗൈസ് നോക്കൂ, നമ്മുടെ ആഴക്കടലിൽ നിന്നും മണ്ണ് ഖനനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്ന 27-ാം തീയതി വരെ പ്രത്യക്ഷ സമരത്തിനൊക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ആഴക്കടലിൽ നിന്നും മണ്ണ് ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ, അവിടുത്തെ ജനങ്ങളുടെ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും മത്സ്യബന്ധനം നടത്തുകയും ചെയ്യുന്ന മത്സ്യത്തിൻ്റെ ലഭ്യതയിൽ ഉണ്ടാകുന്ന കുറവെന്നിങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകൾ അവിടുത്തെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ആശങ്കകൾ പരിഹരിക്കാതെ, ഈ അവരുടെ ആശങ്കകളും അവരുടെ വേവലാതികളും പരിഹരിക്കാതെ കണ്ട് എങ്ങനെയാണ് ഒരു പദ്ധതി നടപ്പാക്കുന്നത്? തീർച്ചയായും അവർ ഇങ്ങനെയുള്ള ഒരു ആശങ്കകളോ പരിസ്ഥിതി ആഘാത പഠനമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അനന്തര നടപടി എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് പഠനം നടത്താതെ കൊണ്ട് അവരെ കൂടി കൺവിൻസ് ചെയ്യാണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ജനങ്ങൾ അതിനെ നഖശികാന്തരം എതിർക്കുന്നുള്ള യാതൊരു സംശയവുമില്ല. കാരണം ഈ മേഖല എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപജീവന മാർഗ്ഗവും അതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഈ കൊല്ലം മേഖലയായാലും ശരി, വിഴിഞ്ഞം മേഖലയായാലും ശരി, എല്ലാ മേഖലയിലും ജനങ്ങൾ ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തിൻ്റെ ലഭ്യതയും അതിൻ്റെ പ്രോസസ്സിങ്ങും അതിൻ്റെ അനുബന്ധ മേഖലയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഉള്ള ഒരു മേഖലയാണ് ഈ തീരദേശ മേഖല. ഈ മേഖലയിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന് പരിസ്ഥിതി ആഘാതമോ അതുകൊണ്ട് എന്തെങ്കിലും ഗുരുതരമായ ഒരു പ്രകൃതിക്കോ അല്ലെങ്കിൽ കടലിൻ്റെ സ്വാഭാവിക ഗതിക്കോ അതല്ലെങ്കിൽ കരയുമായി ബന്ധപ്പെട്ട കടൽ കയറ്റമോ കടലിറക്കമോ ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നടത്തിയ ശേഷമേ ഇങ്ങനെയുള്ള ഒരു പഠനവുമായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ, സർക്കാരാണെങ്കിലും ശരി. അപ്പം ഇതുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം തുറമുഖത്തിനോ അതുപോലെ തന്നെ കൊച്ചിൻ പോർട്ടിനോ എന്തെങ്കിലുമായ ഒരു സ്വാഭാവികമായ വിഷയമുണ്ടാകുമോ എന്നുള്ള ഒരു പഠനം നടത്താതെ കണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് ജനങ്ങളുടെ ഉപജീവന മാർഗത്തിന് കരുനിഴൽ വീഴ്ത്തിക്കൊണ്ടത്. ഇപ്പം ഇങ്ങനെ മണ്ണ് ഖനനം ചെയ്ത് കഴിഞ്ഞാൽ മത്സ്യസമ്പത്തിൻ്റെ ലഭ്യത കുറയുമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പം ഇങ്ങനെ ലഭ്യത കുറയുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നാളെ അവർക്ക് ഉപജീവന മാർഗം നടത്താത്ത രീതിയിലേക്ക് ആയിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പദ്ധതി കൊണ്ടോ ഈ പ്രവർത്തനം കൊണ്ടോ ഇങ്ങനെയുള്ള ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ആശങ്കകൾ അവരുടെ ജനങ്ങൾക്കുണ്ട്. ഈ ജനങ്ങളുടെ ആശങ്കകളോ അവരുടെ വേവലാതികളോ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് എന്താണ് പ്രത്യേകത? അവരിതിനെ നഖശകാന്തം എതിർക്കും, അല്ലെങ്കിൽ ജനങ്ങളുടെ സമരത്തിനോ ജനങ്ങളുടെ എതിർപ്പിനോ മറികടന്നുകൊണ്ട് ഒരു സർക്കാരിനും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് നമുക്കറിയാം. കാര്യം ആ ഒരു ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരിസ്ഥിതി ആഘാത പഠനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് സ്റ്റഡി, ഇതുമായി ബന്ധപ്പെട്ട് ഇതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമെന്നും ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നോ ദോഷങ്ങൾ ഉണ്ടാകുമെന്നോ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു പഠനം നടത്തിയ ശേഷം മാത്രമേ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതല്ല എങ്കിൽ ജനങ്ങൾ നഖശികാന്തം എതിർക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമരം ജനങ്ങളെ എതിരാക്കിക്കൊണ്ടോ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കൊണ്ടോ അവരുമായി ബന്ധപ്പെട്ട് ഇപ്പം തന്നെ പറയുന്നുണ്ട് മത്സ്യലഭ്യതയിൽ ഉണ്ടാകുന്ന കരിമണലിനെ വഹിക്കുന്ന പങ്ക് സ്വാഭാവികമായ ഒരു പ്രജനന രീതിക്ക് ഈ മണലോ പങ്ക് വഹിക്കുന്നുണ്ടോ എന്നാണ് അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ സ്വാഭാവികമായ പ്രകൃതിയുമായി ബന്ധപ്പെട്ട നാച്ചുറലായി ബന്ധപ്പെട്ട ഈ അറിവിനെ തിണവൽഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ ഇതിനെ നഖശികാന്തം എതിർക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത.